പ്രേക്ഷകർക്ക് പലതും പറയാം, മൈൻഡ് ചെയ്യണ്ട, പ്രേക്ഷകർക്ക് പലതും പറയാം. ആണോ? ഓക്കെ, മോള് വരച്ചതാ. എന്നെ ഇഷ്ടപ്പെടുന്ന കുട്ടി. കേരളത്തിലെ എല്ലാരും പനി. വേറെ ആരുടെയും ഫോട്ടോ ഇത്രയും ഭംഗിയിൽ വരച്ചിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ടൈം ആണോ? ആണോ? ഇത്ര ഭംഗിയിൽ വന്നില്ലേ? എത്ര ദിവസം എടുത്തു? ആണോ? എന്താ പേര്? ശില്പ. കുറച്ച് നന്നായിട്ടുണ്ട് വരയ്ക്കുന്നുണ്ട് അല്ലേ? എങ്ങനെ പഠിക്കുകയാണോ? തനിയാണ്? അടിപൊളി. എന്റെ ആ ഫോട്ടോ സെയിം ഡിറ്റോ അല്ലേ? ഓരോ ഫീച്ചേഴ്സും അടിപൊളിയായിട്ടുണ്ട്. സ്നേഹമുള്ളതുകൊണ്ട്. ആണോ? എങ്ങനെ ബിഗ് ബോസ് കാണുമായിരുന്നോ? എങ്ങനെ ലൈവാണോ കാണാൻ എപ്പിസോഡാണോ കാണാൻ? ലൈവ് കണ്ടിട്ട് കുട്ടി ആണോ? ഓക്കെ, സുഖല്ലേ? ഇന്ന് സ്വീകരണം. പക്ഷെ ഞാൻ എന്താ പറയാ, ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം ചേഞ്ച് വന്നോ? മോളിത് ആളി കണ്ട കഴിക്കട്ടെ. ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം അക്സെപ്റ്റൻസ് എങ്ങനെയുണ്ട് ആൾക്കാരുടെ? ഞാൻ പുറത്ത് ഇന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോണായിരുന്നു, സൗണ്ട് ഒക്കെ പോയില്ലേ? എന്താ ഞാൻ പിടിക്കണോ? ഈ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് 5 മണിക്കോടെ എത്തണം. 5 മണിക്ക് നമ്മൾ എത്തിച്ചിരിക്കും. ഞാനല്ലേ പോകുന്നത്, നിങ്ങൾ ഇങ്ങനെ എത്തിക്കണേ എന്നെ. നേരത്തെ നിർത്തല്ലോ. സ്വീകരണം ഇന്നുണ്ട് നാട്ടില്, ആര്യനാട്. പിന്നെ വേറെന്തുവാ, പിന്നെ നാളെ പ്രോഗ്രാം ഒക്കെ തുടങ്ങും. എത്ര ഇനാഗുറേഷൻസ് ഇപ്പൊ നിലവിൽ കിട്ടി? നിനക്ക് ഞാൻ ചാർട്ട് മൊത്തം കാണിച്ചു തരാം. കോഴിക്കോടല്ലേ? നാളെ കോഴിക്കോട്, മറ്റന്നാൾ ആലുവയിലും പിന്നെ അതിന് പോത്തീസിലും എന്തുകൊണ്ട് ഞാൻ ഇതിപ്പോ അവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ സ്വീകരണം നടത്തിയത്? എന്താ അന്നെ നടത്താണ്ടിരുന്ന? ഇന്നലൊക്കെ നടത്തായിരുന്നില്ലേ? ഞാന് തിരക്കായിരുന്നു. ഓ, നല്ല തിരക്കായിരുന്നു. ഹോസ്പിറ്റലൊക്കെ പോയിട്ട് അസുഖമായിട്ടൊന്നുമില്ല. സൗണ്ട് മൂക്കിന്റെ പോയിട്ടില്ല. മൂക്കിന്റെ എനിക്ക് മൂക്കിലൊരു പൊട്ടലുണ്ടായിരുന്നു. ഗെയിം കളി അടിച്ചു പൊട്ടിച്ചതല്ല അങ്ങനെ പറയുന്നത്. പക്ഷെ ഗെയിം കളിച്ചപ്പോ അങ്ങനെ എല്ല് കുറച്ചുകൂടെ കേറി. ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം എങ്ങനെയുണ്ട്? ഞാനത് തന്നെ പൊതുവെ അതൊന്നുമില്ല, കുറച്ചുകൂടെ സ്നേഹം കൂടി. ഈ നാട്ടിൽ ആർക്കും അനുമോളെ അറിയില്ലേ? ഇല്ല, ഞങ്ങള് വെച്ചിട്ട് 3 വർഷം. ഞാൻ അവിടെ ചോദിച്ചു, ആർക്കും അറിയില്ല. ഞാൻ കാറിൽ പോകുമ്പോ ചെയ്യുന്നല്ലേ ഞങ്ങള് കുറച്ച് കഷ്ടപ്പെട്ടു ഇങ്ങോട്ട് എത്താനേ. ആണോ? ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതന്നെ ഞാൻ കുറച്ച് എന്താ പറയാ, ചേച്ചി എടുത്ത് വന്നു അനുമോളുടെ വീട്. അനുമോളുടെ വീട് എവിടെയാണോ? ഞാനും വരട്ടെ കാണാൻ. അറിയത്തില്ല ആർക്കും. ഞാൻ കാറിൽ പോകുമ്പോ വരെ ചെയ്യുന്നില്ലേ. പിന്നെ പർദ്ദയും മാസ്ക് കിട്ടല്ലേ പോകുന്നത്. ഇപ്പോഴും അങ്ങനെയാണോ? ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ഈ ലക്ഷ്മി ഒപ്പം ഉണ്ടായിരുന്നല്ലേ ഈ ഫിനാലേക്ക് ശേഷം? ലക്ഷ്മിയായിട്ടുള്ള സൗഹൃദം എങ്ങനെ? അടിപൊളിയാണ്. പിന്നെ ഗെയിമിന്റെ ഭാഗമാകുമ്പോ അവർക്ക് നമ്മുടെ അടുത്ത് ഒരുപാട് സ്നേഹം കാണിക്കാൻ പറ്റില്ലല്ലോ. ലക്ഷ്മിയാണ് ചങ്ക് ലക്ഷ്മിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല, നല്ല ഫ്രണ്ടാണ്. നല്ല ഫ്രണ്ടാണ്. പട്ടായ ടൂറൊക്കെ എന്നാണ് ഞാൻ പോണ്? എന്തൊക്കെ അറിയണം. നമുക്ക് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി ഇരുന്നിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു. ഞാൻ കണ്ടു. ഷിയാസ്ക മാത്രല്ല, ലക്ഷ്മി ചേച്ചി, അനൂപേട്ടൻ, അടിമാലി ചേട്ടൻ, പിന്നെ ഒരു മിനിറ്റ് 8 സെക്കൻഡ്. വീട്ടിലോട്ട് വാ, വീട്ടിലോട്ട് വാ, ഒരു സർപ്രൈസ് ഉണ്ട്. ചെയ്യാം. പുതിയതാണോ? അല്ല, പുതിയതല്ല. ഞാൻ വിളിച്ചു. പുള്ളിക്കാരൻ ഇന്ന് വരേണ്ടതാണ്. പുള്ളിക്കാരൻ കൊച്ചിയില ഫ്ലവേഴ്സിന്റെ ഷൂട്ടില് പറഞ്ഞതാ വരാന്ന്. അപ്പൊ ഇന്ന് എക്സ്ട്രാ ഇന്നും കൂടെ ഒരു ദിവസം കൂടെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും വന്നോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക്? എല്ലാരും വിളിക്കുന്നുണ്ട്. പിന്നെ എന്റെ നമ്പർ ലീക്കായില്ലേ? നിങ്ങൾ എല്ലാരും കൂടെ ലീക്കാക്കിയതല്ലേ? സിം എടുക്കാൻ വേണ്ടി ഇപ്പൊ പോയത്. ഏത് ചാനലിൽ കൂടെ ലീക്കായി? എല്ലാ ചാനലിലും, കേരളത്തിലുള്ള എല്ലാ ചാനലിലും. അപ്പൊ എന്താ എടുക്കാം. അപ്പൊ നമ്പർ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഡെയിലി എത്ര കോൾ വരുന്നുണ്ട് ഇപ്പൊ? 10,000 കോൾ വരുന്നുണ്ട്. ഞാൻ എടുക്കുന്നുണ്ട്, കോളൊക്കെ എടുക്കുന്നുണ്ട്. വിളിക്കുന്നതല്ലേ, ഞാൻ കോൾ എടുക്കുന്നുണ്ട്. ഞാൻ വിളിച്ചില്ലല്ലോ. വിളിച്ചിട്ട് വിളിക്കുന്നുണ്ട്, ആരും വരുന്നില്ല. ബിഗ് ബോസ് ആണോ? ഇന്ത്യയിൽ ആരും വിളിച്ചു. ഞാൻ അല്ലാതെ എന്റെ ഫ്രണ്ട്സാ പറഞ്ഞത്. ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇതുവരെ അതിനെ പറ്റി സംസാരിച്ചിട്ട് കൂടിയില്ല. അഭി വിളിക്കുന്നുണ്ട്, അഭിലാഷ്.
പിന്നെ ഒനിലേട്ടൻ, അഭിലാഷ്, പിന്നെ വേറെ ആരാ? ഈ പ്രവീൺ, വിളിച്ചിരുന്നോ? വേറെ എന്തെങ്കിലും ചോദിക്കണ്ട. ഡൽഹിയിലേക്ക് യാത്ര പോയി ഞാൻ പറയുന്നില്ല കേട്ടോ. അസോസിയേഷനിലൊക്കെ മെമ്പർ ആവോ? എന്തിന്? ഈ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആണോ? അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? അറിയത്തില്ല, എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റി. അനുമോളോട് വ്യക്തിപരമായിട്ട് ആരെങ്കിലും ദേഷ്യമുണ്ട് ഈ ബിഗ് ബോസിൽ? ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ എല്ലാവരും ഭാഗം മതി. പോട്ടെ, എനിക്കൊന്നും അറിയാം. അനീഷന്റെ തല സ്വീകരണം കണ്ടെന്ന് സ്വീകരണം അടിപൊളിയായിരുന്നു. ക്രൗഡ് പുള്ളർ. ഞാൻ കണ്ടില്ല സാധനം. ഇപ്പൊ എനിക്ക് അനീഷനെ പോലെ ആവാൻ പറ്റില്ല, അനീഷന് എന്നെ പോലെ ആവാൻ പറ്റില്ല, റോബിനെ പോലെ ആവാൻ അനീഷനും പറ്റില്ല. അങ്ങനെ നിങ്ങളാണ് വിചാരിച്ചെടുക്കുന്നത് അനുകരിക്കുന്നതൊക്കെ. പ്രേക്ഷകരും കമന്റ് വരുന്ന അങ്ങനെ. ഈ പ്രേക്ഷകർക്ക് പലതും പറയാം, മൈൻഡ് ചെയ്യണ്ട. പ്രേക്ഷകർക്ക് പലതും പറയാം. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അമ്മന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നേ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കല്യാണം ആലോചിക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ പ്രപ്പോസലായിട്ട് അനീഷ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഇല്ല അങ്ങനെയൊന്നും വന്നില്ല. ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ല. ലൈൻ കട്ടാണോ? ബിഗ് ബോസിൽ പോണതിന്റെ മുന്നേ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ട് എനിക്ക് ഞാൻ ഇനി സെറ്റിലായിട്ട് പതിയെ വർക്ക് സിനിമയൊക്കെ ചെയ്യണ്ടേ. എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ ചെയ്യാന്നുള്ളത്. അതൊക്കെ ചെയ്ത് നായികയൊന്നും അല്ല, അങ്ങനെയൊന്നുമില്ല, നല്ല സിനിമ നല്ല ടീമിന്റെ കൂടെ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. കോളൊക്കെ വരുന്നുണ്ടോ? കോളോ പറയൂല, അതൊക്കെ സർപ്രൈസ്. പാൻ ഇന്ത്യൻ പടങ്ങളാണ്. $16 ലക്ഷം കൊടുത്തോ? നിങ്ങളുടെ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ കഥ? വീണ്ടും വീണ്ടും ചോദിച്ചു. നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിട്ടല്ലേ? പലരും പലതാ പറയുന്നത്. പറയട്ടെ, ഞാൻ പറഞ്ഞില്ല ആരെയാ പറഞ്ഞോട്ടെ. ഞാൻ ചെന്ന് റിയാക്ട് ചെയ്യാൻ പോയോ? പറയുന്നവര് പറഞ്ഞോട്ടെ, കുറച്ച് സമയം കഴിയുമ്പോ പുള്ളിക്കാരിന് നിന്നോളൂ. പക്ഷെ നമുക്ക് മറുപടി പറയണ്ടേ. അമ്പലത്തിൽ കുളിക്കാൻ പോയിട്ടുണ്ട് തീർക്കാൻ വേണ്ടിട്ട്. തപസ് ചെയ്യണ ഒരു വീഡിയോ, ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. മനുഷ്യരല്ലേ, സ്ട്രോങ് ആയിട്ട് നിന്നാലും ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലൈഫ് മുന്നോട്ട് പോകണ്ടേ നമുക്ക്? ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരും, സഹിച്ച് ക്ഷമിച്ച് നിക്ക. പിന്നെ എന്റെ കൂടെ കരഞ്ഞൊക്കെ നിക്ക. അങ്ങനെയൊന്നും പറയില്ല, വഴി വിട്ട് തന്നുകൊണ്ടാ വന്നത്. എല്ലാരും നല്ലവരാണ്. പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ സൗഹൃദം എന്ന് പറയാനായിട്ട് ഈ പറയുന്ന ലക്ഷ്മി, മസ്താനി, പിന്നെ പ്രവീൺ, പിന്നെ ഒനിലേട്ടൻ, അഭിലാഷ് നല്ലൊരു ബ്രദറാട്ടോ. ആദില നൂറ, എല്ലാവരും നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്തത് ഈ പറയുന്ന പ്രവീൺ, അഭിലാഷ്, ഒനിലേട്ടൻ, പിന്നെ നമ്മുടെ ആരാ, ലക്ഷ്മി, പിന്നെ മസ്താനി, പിന്നെ വേറെ ആരാള? ഇത്രയും പേരെ. എന്തിനാ അറിഞ്ഞിട്ട്? ഇല്ല, അമ്മ വരുന്നു. പറഞ്ഞോട്ടെ, പക്ഷെ നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ ഇതിനൊക്കെ? സമയം വരും. വീട്ടിൽ പോയിട്ട് അനീഷ് കേട്ടില്ല. ആരെ കേട്ടില്ല. അവിടെ കിച്ചണില് പോകും. ഒന്നാമത്തെ കാര്യം നിങ്ങള് കൊഞ്ചു പറയും, അത് കൊതി വിടുന്ന് വിചാരിച്ചിട്ടില്ല. ചുമ്മാ നിങ്ങൾ എനിക്ക് അറിയാവുന്ന ഒരായതുകൊണ്ടാണ്. പുള്ളി ആദ്യമായിട്ടല്ലേ ഇതൊക്കെ. അപ്പൊ ഇനി കുറച്ച് എക്സ്പീരിയൻസ് ഓക്കെ ആയിക്കോളും. എന്റെ സൗണ്ട് പോയി, സമാധാനായില്ലേ? അപ്പൊ ആദ്യമായിട്ട് ആ ഭക്ഷണം കഴിച്ചപ്പോൾ അയ്യോ, അടിവയറ്റിൽ മഞ്ഞ് വീണ ഒരു സുഖം, അത്ര തന്നെ. നല്ലതായിരുന്നു. ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. നമുക്ക് എന്നും പരിപ്പും ചോറൊക്കെ അല്ലേ. അത് ഇഷ്ടപ്പെട്ട ചോറും കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. 3 നേരം പരിപ്പും ചോറാണോ? അല്ല ഷാനവാസ്കാട് കഴിച്ചപ്പോ അങ്ങനെ പറഞ്ഞേ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ കുക്ക് ചെയ്യുന്ന അനുസരിച്ച്. ഇപ്പൊ ഞാനാണ് കിച്ചണിൽ കയറാണെങ്കിൽ രാവിലെ പരിപ്പായിരിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പയറായിരിക്കും, രാത്രി കടല്. അങ്ങനെ ഞാൻ ഉണ്ടാക്കും. 3 നേരം ഞാൻ സാധനം. അനുമോൾ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരിക്കും അവിടെ കൊടുത്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടമാണ്. പക്ഷെ മട്ടൻ കറി, ചിക്കൻ കറി ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗെയിമല്ലേ ഞാൻ കരയുന്നത്. അനുമോള് കാർ എടുത്ത ശേഷവും പർദ്ദയിട്ട് ബസ്സിലും ട്രെയിനിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം? പ്രൈവസി ആണല്ലോ അതിന്. കാർ എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം ഓരോ ഇനാഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന എമൗണ്ട് അങ്ങനെയൊന്നും പറയില്ലല്ലോ. അവർ പറയും, അവരുടെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നവരാ. അപ്പൊ അവർ പറയുന്ന എമൗണ്ട് പോകുമ്പോൾ നമുക്കത് ചിലപ്പോൾ എനിക്ക് പറ്റത്തില്ല. അതിനനുസരിച്ച് ചിലവ് കുറയ്ക്കാൻ വേണ്ടിട്ടാണ്. ഇതൊക്കെ എന്തിനാ അറിയുന്നേ? അനുമോൾ ഇപ്പൊ ആരാ? ആൾക്കാർക്ക് അറിഞ്ഞോ താല്പര്യം?
അതെ ഇന്നലെ വേദലക്ഷ്മി പറയണ്ടായി ഇന്നലെ കണ്ടോ ഏകദേശം മെസ്സേജ് അയച്ചിരുന്നു. അപ്പം വേദലക്ഷ്മി പറഞ്ഞു ഈ 20 പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത അനുമോളാണ്. പക്ഷെ ഈ ഉണ്ടാക്കി കൊടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് അനുമോളെ കുറ്റം പറയുന്നത്. 20 പേർക്കല്ലേ 25 പേർ. ഓക്കെ, ഈ അനുമോൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അനുമോളെ കുറ്റം പറയുന്നത് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും ഈ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് പിന്നെയും അനുമോൾ അമ്മമാര് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മക്കൾ കുറ്റം പറയില്ലേ, അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നെ എന്തിനാ പോണേനെ പിന്നെ കുക്കിംഗ് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അതെന്താന്ന് അറിയുമോ, കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും. ആ എന്താ MG സാറിന്റെ ഇന്റർവ്യൂല് ഞാൻ തള്ളിയതാ ശരിക്കും. മോശമല്ലേ നമുക്ക് കുക്കിംഗ് അറിയില്ല, തള്ളിയതാ. ചേട്ടൻ നന്നായി പൊറോട്ട അടിക്കും. പുള്ളിക്കാരന്റെ കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അന്ന് എത്ര പ്രായം എനിക്ക് അന്ന് വളരെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ. ബുദ്ധി ഉറക്കാത്തന്നല്ല, അന്ന് പ്രായം കുറവാ. അപ്പൊ നമുക്ക് മെച്ചൂർഡ് അല്ലല്ലോ ആ സമയത്ത്. അതന്നെ ബുദ്ധി ഉറക്കാത്ത ആ ടൈമിൽ തള്ളിയതാ, ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ ഇതിൽ പറഞ്ഞു. അത് പണ്ടത്തെ സാധനങ്ങളാ. അതുപോലെ തന്നെ നമ്മുടെ ഇവൻ കാർത്തിക് സൂര്യ, അവന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോഡ്കാസ്റ്റിൽ. അത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാ കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഇതൊക്കെ ഈ അനീഷേട്ടൻ ഇന്നലെ പറഞ്ഞേ ഈ പെൺകുട്ടികൾക്ക് ഈ ലീവ് കൊടുക്കുന്നുണ്ട്, മെറ്റേണിറ്റി ലീവ്, അതൊക്കെ എന്തിനാന്നൊക്കെ ചോദിച്ചു പുള്ളി. പുള്ളി ശ്രീവിരുദ്ധനാണോ ശരിക്കും? എനിക്കറിയത്തില്ല, അത് പോയി അന്വേഷിക്കും. മതി, എനിക്ക് പോകാൻ സമയമായി. ബാക്കി ഞാൻ അടുത്ത ഇന്റർവ്യൂ. ഞങ്ങൾ പാവങ്ങളുടെ ഇവർക്ക് എത്ര ദൂരം നിന്ന് വന്നുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞേട്ടാ. സംഘായതുകൊണ്ടല്ലേ ഞങ്ങൾ ആ വരുന്നു. ഓക്കെ താങ്ക് യു. കാണാം.